ശബരിമലയിൽ വൻ സുരക്ഷാ വീഴ്ചയാണ്. അതായത് ശാസ്ത ഹോട്ടലിൽ മദ്യവിൽപ്പന ശബരിമലയിൽ ഒരാൾ അറസ്റ്റിലുമായിട്ടുണ്ട്. ശബരിമലയിൽ പോകുന്നവരൊക്കെ ജവാൻ താടാ ഇല്ലെങ്കിൽ നിന്നെ എടുത്തിട്ട് അടിച്ചു നോക്കൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് അയ്യപ്പസ്വാമിമാർ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ വീഴ്ചയല്ലേ? അല്ല, എത്രമാത്രം ഗുരുതരമായൊരു സംഭവമാണെന്ന് ആലോചിക്കണം. കാരണം ശബരിമലയെപ്പോലെ ഏറെ പവിത്രമായി ഹിന്ദു ഭക്തർ കാണുന്ന, സനാതന ധർമ്മവിശ്വാസികൾ കാണുന്ന, അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും കയറുന്ന ഒരു സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത തന്നെ അവിടെ എന്താണ്, അവിടെ അയ്യപ്പൻ്റെ ഒരു ഭാവം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമുള്ള, അതായത് ലോകത്ത് ഇന്നേ വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും പരമപ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ എന്താണ്, കലിയുഗവുമായി ബന്ധപ്പെട്ട് കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പൻ കലിയുഗത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭക്തർക്ക് ഏൽക്കാതിരിക്കാനായി ആ കാലത്തിൻ്റെ സംരക്ഷകനായി അവിടെ ഇരിക്കുന്നു എന്നതാണ് അവിടുത്തെ സങ്കല്പം. അതായത് നൈഷ്ഠിക ബ്രഹ്മചര്യം ഉള്ള ഭാവത്തിൽ, നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിൽ ഇരിക്കുന്ന, താപസ രൂപത്തിലിരിക്കുന്ന ഒരു പ്രതിഷ്ഠാസങ്കല്പം. അത്തരത്തിലൊരു സ്ഥലത്തേക്ക് വളരെ ശ്രദ്ധിച്ച് മാത്രമേ പല കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ എന്നിരിക്കുമ്പോഴാണ് അവിടെ മദ്യം, ശബരിമല സന്നിധാനത്ത് മദ്യം കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നത്. നോക്കൂ, 41 ദിവസത്തെ വ്രതമെടുത്ത ശേഷം മാത്രമേ ശബരിമലയ്ക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ട്. അതായത് മാലയിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലങ്ങളിൽ പോയി ഭക്ഷണത്തിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തി അങ്ങനെ പോകേണ്ട ഒരു ക്ഷേത്രത്തിൽ, അതായത് അവിടേക്ക് പോകുമ്പോൾ മനുഷ്യനല്ല, നമ്മളും അയ്യപ്പനായിട്ട് തന്നെയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അയ്യപ്പനെ കാണാൻ പോയി നമ്മുടെ ജീവാത്മാവ്, അതായത് പരമാത്മാവും തമ്മിൽ ലയിക്കുന്ന സങ്കല്പമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഇത്രയ്ക്ക് വലിയ വൃത്തികേടുകൾ അരങ്ങേറുന്നത്. ഇത് ഇവിടുത്തെ സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രമാണോ അമ്പലങ്ങൾ? ഇവർക്ക് പൈസ ഉണ്ടാക്കാനും ഇവർക്ക് ദേവസ്വം ജീവനക്കാർക്ക് ജോലി കൊടുക്കാനും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാനും ഒക്കെയല്ലേ? അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മാത്രമാണോ ഈ അമ്പലങ്ങൾ ഉപയോഗിക്കുന്നത്? സാധാരണ ഭക്തൻ്റെ അമ്പലങ്ങൾ എടുത്തുകൊണ്ട് എപ്പോഴൊക്കെ അമ്പലത്തിൽ കയറണം, എപ്പോഴൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ദേവസ്വം ബോർഡും സർക്കാരുമാണ്. അത് ഹിന്ദുവിൻ്റെ ദുര്യോഗമാണ് ഒന്നാമത്തത്. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. പക്ഷേ ഹിന്ദുവിന് മാത്രമുള്ള ദുര്യോഗമാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ, അത് ദുരിതമാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ വൃത്തികെട്ട ഇടപെടലുകൾ. അപ്പോൾ ഇവരെ എല്ലാ കാര്യത്തിലും, അവിടെ ദിലീപ് വന്ന സമയത്ത് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, അതെ, VIP പരിഗണന എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അതിന് തൊട്ട് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ് അവിടെ വന്നു. അതെന്നെ കണ്ടായിരുന്നു എനിക്കറിയില്ല. സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി വന്നു, അവിടെ വലിയ പരിഗണനയാണ് കൊടുത്തത്. നേരെ മുമ്പിൽ നിന്ന് തൊഴുന്നു, പൂജാരി ഇറങ്ങി വന്ന് നേരിട്ട് ഇത് കൊടുക്കുന്നു. ഒരുപാട് സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പരിഗണന എന്താണ്? അയ്യപ്പൻ്റെ മുന്നിൽ എന്ത് ജഡ്ജ്? അയ്യപ്പൻ എന്താ ഈ പരിഗണന? ജഡ്ജി പരിഗണനയുണ്ടോ അയാൾക്ക്? അല്ലെങ്കിൽ ആ ജഡ്ജിന് സുരക്ഷ ഒക്കെ കൊടുത്തോട്ടെ, പക്ഷെ ക്യൂ നിന്ന് കണ്ടോട്ടെ എന്ന് വെക്കണ്ടേ? ക്യൂ നിൽക്കാതെ ഈ കാണുന്ന നിലപാടുണ്ടല്ലോ, അതൊന്നും ഹൈക്കോടതി ഒന്നും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ മദ്യവിൽപ്പന എന്ന് പറയുന്നത് ഏറെ ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിൻ്റെക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ശബരിമലയിലെ പോലീസുമാണ്. ഇവർക്ക് എന്താണ് അവിടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കാനും ഇത്രയും കാലമായി അയാൾ അവിടെ ഈ മദ്യവിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്. മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇയാൾ ഇത്രയും ദിവസങ്ങൾ ഇവിടെ ആ ഹോട്ടലിലേക്ക് മദ്യം കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഹോട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് മദ്യം എന്ത് ചെയ്യുന്നു? മദ്യം പുറത്തേക്ക് ആളുകൾക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തതിന് ശേഷം, അതായത് സ്വാമിമാരാണല്ലോ വരുന്നത്, ഇവർക്ക് മദ്യം കിട്ടുന്നു. ഇത് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നുള്ള വിലയിരുത്തലാണ്. ഏറെ നാളായി സന്നിധാനത്ത് മദ്യവിൽപ്പന നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. പൂർണ്ണമായും മദ്യനിരോധിത മേഖലയാണ് ശബരിമല സന്നിധാനം. ഇവിടേക്ക് ഭക്തരെ കർശന പരിശോധനകളോടെയാണ് കടത്തിവിടുന്നത്. എന്നാൽ വ്യാപകമായി സന്നിധാനത്തടക്കം മദ്യം ലഭിക്കുന്നുവെന്ന വിവരം ഏറെ ആശങ്കയുളവാക്കുന്നതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ മദ്യം കൊടുക്കുന്നത് അയ്യപ്പസ്വാമിമാർക്കാണ്, ഈ വ്രതം എടുത്തു വരുന്ന അയ്യപ്പസ്വാമിമാർക്ക് തന്നെയാണോ? അത് ഈ പറയുന്ന അവിടെ പലതരം ജീവനക്കാരുണ്ട്. 1, 2 പലതരത്തിലുള്ള കച്ചവടം നടത്താൻ വരുന്ന ആളുകളുണ്ട്. ഇതൊന്നും അല്ലാതെ ഈ വിദേശത്ത് നിന്ന്, ക്ഷമിക്കണം, അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്കും ഇവർ മദ്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇത്രയും മുട്ടി നിൽക്കുന്ന ആൾക്കാരെന്തിനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്? ഈ ഒരു തരത്തിലും ഒരു രീതിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വ്രതം എടുക്കാനോ നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ത്യജിക്കാനോ കഴിയാത്ത ആളുകൾ അയ്യപ്പനെ കാണാൻ പോകുന്നത് എന്തിനാ? അല്ല ഭർത്താ, ഭയങ്കര സുരക്ഷയല്ലേ ശബരിമലയിൽ ഒരുക്കുന്നത്. ഭക്തരെ എനിക്ക് തോന്നുന്നു നിലയ്ക്കൽ വരെ വാഹനങ്ങളെ കടത്തി വിടും. അതിനുശേഷം ഭക്തർ വലിയ രീതിയിൽ അക്കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വലിയ സുരക്ഷയാണ് അവിടെ. എന്നിട്ടും ഒരു ഹോട്ടലിൽ മദ്യവിൽപ്പന നടത്തുന്നത്
പിന്നെ അവിടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതിൽ വലിയ സംഭവങ്ങൾ തീവ്രവാദികളും കയറി അവിടെ എന്തെങ്കിലും പിന്നെ ആസൂത്രണം ചെയ്താൽ പോലും അവർ അറിയാൻ വഴിയില്ലല്ലോ. അതാ നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് ഇവിടെ ഇത്തരത്തിലൊരു ഹോട്ടൽ കേന്ദ്രീകരിച്ച്, അതായത് ഈ പിന്നെ ഈ ശാസ്ത ഹോട്ടൽ എന്ന് പറയുന്ന അവിടെ അടുത്തുള്ള ഈ തെമ്മാടിത്തരം ഈ ശാസ്ത ഹോട്ടലിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത്. NSS ബിൽഡിങ്ങിന് തൊട്ടടുത്ത്, NSS ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പോയ ആളെ അറിയാം, അവിടെ NSS ബിൽഡിംഗ് തൊട്ടടുത്ത് ശാസ്ത ഹോട്ടൽ ജീവനക്കാരനാണ് ഈ പറയുന്ന ബിജു. കൊല്ലം കിളികൊല്ലൂർ രണ്ടാംകുറ്റി സ്വദേശിയാണ് ഇയാൾ. ഓച്ചിറ മേമന എന്ന സ്ഥലത്ത് നടാലക്കൽ വടക്കേതിൽ എന്ന വീട്ടിലാണ് ഇയാൾ ഇപ്പോൾ താമസിക്കുന്നത്. വീട്ടുപേരടക്കം രഹസ്യാന്വേഷണ ഏജൻസി കൊടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് പോയാൽ സാധനം കിട്ടുന്നതായിരിക്കും എന്നതാണ് തോന്നുന്നത്. ഒരു വർഷം മുമ്പേ അറിഞ്ഞതാണോ ഇവരോ? രഹസ്യാന്വേഷണ ഏജൻസി. അതൊരു ചോദ്യമാണ്. എന്നാൽ പോലും കാരണം അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത് ഒരു വർഷം മുമ്പേ അറിഞ്ഞവരാണ്. അല്ല, ചിലപ്പോൾ അതായിരിക്കും രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ രഹസ്യാന്വേഷണ വിഭാഗം വേണ്ടി വന്നു ഈ ശബരിമലയിൽ മദ്യവിൽപ്പന നടത്തുന്നു എന്നറിയാൻ കേരള പോലീസ് എന്തിനാണ്? കേരള പോലീസ് അല്ല, ദേവസ്വം ബോർഡിന് അവിടെ എന്താണ് പണി? അവിടെ ദേവസ്വം ബോർഡിൻ്റെ കുറേ അധികം ആളുകളുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, ദേവസ്വം ഗാർഡുമാരുണ്ട്. ഇവരൊക്കെ എന്തിനാണ് അവിടെ ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരാണോ? വരുന്ന ഭക്തരെ ഒരു മിനിറ്റ് പോലും അയ്യപ്പനെ കാണാൻ അനുവദിക്കാതെ ഇവർക്കൊക്കെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യാനാണോ ശബരിമലയിലെ ഗാർഡുകൾ അവിടെ ഇരിക്കുന്നതെന്ന് വലിയ ചോദ്യമുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പിന്നെ ഈ എന്താണ് പ്രശാന്ത്, ഇപ്പോൾ ഈ പ്രശാന്തൊക്കെ ഏത് രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത്? രാജിവെച്ച് പൊയ്ക്കൂടെ എന്നാണ് ചോദിക്കാനുള്ളത്. ആരോ ഇതുപോലൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആരോ പറയുന്നത് അയ്യപ്പനെ വിൽക്കാത്തത് അയ്യപ്പന്റെ ഭാഗ്യം. ഈ ഇടതുപക്ഷ ഭരണമുള്ള സമയത്താണ് ഇത്രയും പ്രശ്നങ്ങൾ ശബരിമലയിലും ഇവിടെ ദേവസ്വം ക്ഷേത്രങ്ങളിലും ഒക്കെ വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിനകത്ത് ധന്യ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കയറി കാണണം, പെട്ടെന്ന് കാണണമെങ്കിൽ 1000 രൂപയുടെ നെയ്വിളക്ക്. അതെ, പെട്ടെന്ന് കാണണമെങ്കിൽ 1000 രൂപയുടെ നെയ്വിളക്ക്. 1000 രൂപയുടെ നെയ്വിളക്ക് കത്തിക്കാം. അങ്ങനെ നെയ്വിളക്ക് കത്തിക്കാൻ വേണ്ടി പ്രത്യേകം പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്ത് കത്തിച്ച് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടും. അത് എക്സ്ട്രാ 1000 ഈ രീതിയിൽ കച്ചവടം നടത്തുന്ന ദേവസ്വം ബോർഡുകളാണ് ഇവിടെ ഉള്ളത്. അതെ, എല്ലാ സ്ഥലത്തും കച്ചവട താല്പര്യങ്ങളാണ്. എന്തിനാണ് ദേവസ്വം ബോർഡ് പോലത്തെ ഒരു ബോർഡ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഞാൻ കരുതി കേരളത്തിൽ മാത്രമേ ഇത്തരം ഒരു ഏർപ്പാടുള്ളൂ. നല്ല, ഞാൻ തമിഴ്നാട്ടില് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഒരു ഭയങ്കര പേരുകേട്ട ക്ഷേത്രം, പേര് ഞാൻ ഇപ്പോൾ വിട്ടുപോയി. അവിടെ പോയപ്പോൾ ഞങ്ങളൊക്കെ 3-4 മണിക്കൂർ ക്യൂ നിന്ന് ആ ക്ഷേത്രത്തിൽ ദൈവത്തെ കാണാൻ വേണ്ടി. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ഇതുപോലെ 1000 രൂപ കൊടുത്താൽ പെട്ടെന്ന് കയറിപ്പോ. അപ്പോൾ എന്നോട് കൂടെ വന്ന ഫാമിലിയിലുള്ളവർ ചോദിച്ചു നമുക്ക് പൈസ കൊടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കയറിക്കോ, ഞാൻ ക്യൂ നിന്നേ ദൈവത്തിനെ കാണുന്നുള്ളൂ, അത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും. പിന്നെ ഇവിടത്തെ പോലെയല്ല, അവിടെ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, തണുത്ത വെള്ളം, ചൂടുവെള്ളം. കാരണം ക്യൂ നിന്ന് തളരുന്നവർക്ക് കുടിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്, സാമാന്യ മര്യാദയുണ്ട്. അതുണ്ട്. ഇവിടെ അതില്ലെങ്കിലും അവിടെ അമ്പലങ്ങളിൽ അത്തരം ഒരു മര്യാദകളൊക്കെ ഉണ്ട്. പക്ഷെ പണം എല്ലായിടത്തും ദൈവം കച്ചവടം തന്നെയാണ്. അല്ല, ഇങ്ങനെ ദൈവത്തെ കച്ചവടമാക്കി മാറ്റുന്ന ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ ചോദ്യങ്ങൾ വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദേവസ്വം ബോർഡുകളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് ഈ ഹിന്ദു കോഡ് കൊണ്ടുവരുന്നത്. ആ കോഡിന്റെ മറപിടിച്ചാണ് പിന്നീട് ദേവസ്വം ബോർഡുകളൊക്കെ വരുന്നത്. ഒരാൾക്ക് വേണ്ടി മാത്രം ചില ദേവസ്വം ബോർഡും അതിന് വേണ്ടിയിട്ട് കുറേ ആളുകളെ നിയമിക്കുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു, ആ അമ്പലത്തിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഈ ശബരിമല പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയ്ക്ക് തോന്നിവാസം നടക്കുക. ഇതിനെ ന്യായീകരിക്കാനും മന്ത്രി വരും, ദേവസ്വം മന്ത്രി വരും, അതുപോലെ തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വരും. ഈ പറയുന്ന മറ്റ് ദേവസ്വത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് ഈ പോലീസ് ഓഫീസർമാർ വരും. എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന അവസാനം മുഖ്യമന്ത്രി വരും. ന്യായീകരണത്തിൻ്റെ ക്യാപ്സ്യൂളുകൾ ഇനി ശബരിമലയിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവസാനം പറയും എല്ലാം ഇതിൻ്റെ ഒക്കെ പിന്നിൽ RSS ആണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് RSS ആണ്. ഈ പറയുന്ന ബിജുവിൻ്റെ അമ്മായി അച്ഛൻ്റെ ഏട്ടൻ്റെ മരുമോൻ്റെ മോള് RSSന്റെ ശാഖയുടെ തൊട്ടിപ്പുറത്താണ് താമസിക്കുന്നത്. അതാണ് വരാൻ പോകുന്നത്.